2018-19 മണ്ഡലകാലത്ത് അന്നദാനത്തിൻ്റെ പേരിൽ ശബരിമലയിൽ നടന്നത് 1/2 കോടി രൂപയുടെ തട്ടിപ്പാണ്. കരാറുകാരൻ്റെ പേരിൽ വ്യാജരേഖ ചമച്ചാണ് ഉദ്യോഗസ്ഥൻ തട്ടിപ്പ് നടത്തിയത്. സംഭവത്തിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്ത അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജയപ്രകാശിന് ശബരിമലയിൽ വീണ്ടും സുപ്രധാന ചുമതല നൽകി. തട്ടിപ്പിൻ്റെ രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് അന്നദാനത്തിൽ ഏകദേശം 1/2 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥനെ വീണ്ടും ശബരിമലയിൽ തന്നെ സുപ്രധാന ചുമതലയിൽ നിയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എത്രത്തോളം അവർ അത് ഗൗരവത്തോടെ സമീപിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പ്രജിത്തിലേക്ക് പോകുന്നു. പ്രജിത്ത്, 1/2 കോടി രൂപയുടെ തട്ടിപ്പ്, അതും അന്നദാനത്തിൻ്റെ പേരിൽ. അന്നദാന പ്രഭുവാണ് അല്ലേ ശാസ്താവ് ശബരീശൻ, അന്നദാന പ്രഭുവാണ്. അപ്പോൾ സ്വാഭാവികമായും അതിലെങ്കിലും ഒരു നീതി പുലർത്തേണ്ടതായിരുന്നു. പക്ഷേ അന്നദാനത്തിൻ്റെ പേരിലും 1/2 കോടിയോളം രൂപ തട്ടിച്ചെടുത്തിരിക്കുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള വിവരങ്ങൾ പ്രജിത്ത്? പഴയ ചെമ്പും വരെ തൂക്കി വയ്ക്കാൻ ഇത്തരക്കാർ മടിക്കില്ല എന്നുള്ളതിന് തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഏറ്റവും പുതിയതെന്ന് പറയുന്നത് ഈ അന്നദാനത്തിന് വേണ്ടി പച്ചക്കറിയും മറ്റുമൊക്കെ നൽകിയിരുന്ന കരാറുകാരൻ്റെ പേരിലുള്ളൊരു തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ 2018-2019 കാലത്തെ മണ്ഡലകാലത്തെ അന്നദാനത്തിനുമായി വേണ്ടി മാത്രം ഈ സാമഗ്രികൾ, പച്ചക്കറിയും മറ്റ് സാധനങ്ങളും ഒക്കെ എത്തിച്ചു നൽകിയ കൊല്ലത്ത് നിന്നുള്ള ഒരു ട്രേഡേഴ്സ് സംവിധാനമുണ്ട്, ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ പേരിലാണ് ഈ വൗച്ചറൊക്കെ ഒപ്പിട്ട് പണമൊക്കെ ചെക്കുമൊക്കെ ഒപ്പിട്ട് പണം തട്ടിയെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ അതിൽ പ്രതിയായിരുന്ന ജയപ്രകാശ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ പിന്നീട് വിജിലൻസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. അയാൾ ശബരിമലയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു. അതിനുശേഷം ഇയാൾക്ക് വീണ്ടും ശബരിമലയിൽ തന്നെ സുപ്രധാന ചുമതല നൽകി എന്നുള്ളതാണ്. ഈ തട്ടിപ്പിൻ്റെ രീതി എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ 30 ലക്ഷം രൂപയുടെ ഒരു ബില്ലാണ് ഈ കരാറുകാരൻ ശബരിമലയ്ക്ക് നൽകുന്നത്, ദേവസ്വത്തിന് നൽകുന്നത്. ആ ദേവസ്വത്തിന് നൽകുന്ന ബില്ലിൽ 8 ലക്ഷം രൂപ ചെക്കായി, ആദ്യ ഘടകമായി 8 ലക്ഷം രൂപ ചെക്ക് മുഖാന്തരം ദേവസ്വം ബോർഡ് നൽകിയിരുന്നു. എന്നാൽ പിന്നീട് തുകയൊന്നും ഇയാൾക്ക് നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല. അതേസമയം ഇതേ കരാറുകാരൻ്റെ പേരിൽ ശബരിമലയിൽ നിന്ന് ചെക്ക് വഴി പണം പിൻവലിച്ചതായിട്ടാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വിവരാവകാശ രേഖ മനസ്സിലാക്കുന്നത്. എന്നാൽ 2018-19 കാലത്ത് നടന്ന അന്നത്തെ അന്നദാനത്തിന് വേണ്ടി നൽകിയ ഈ പറയുന്ന ആ കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പണം 2024 തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് കാട്ടി ഈ കരാറുകാരൻ ദേവസ്വം ബോർഡിന് പിന്നെയും കത്ത് നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതേ ഉദ്യോഗസ്ഥനെ തന്നെയാണ് ശബരിമലയിലെ സുപ്രധാനമായ പല ചുമതലകളിലും ഈ തട്ടിപ്പ് കണ്ടെത്തിയതിനു ശേഷവും നിയമിച്ചിരുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് 2019 ശബരിമലയിലെ ഈ സ്വർണ്ണപ്പാളി കടത്തിയതുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് തിരിച്ച് പിന്നീട് ഈ വ്യാജ സ്വർണ്ണപ്പാളി ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളിൽ പതിപ്പിക്കുന്ന സമയത്ത് അതിൽ ഒപ്പുവെച്ച, അതിൻ്റെ മഹസറിൽ ഒപ്പുവെച്ച ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഈ പറയുന്ന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ജയപ്രകാശ് എന്നുള്ള ആൾ. ഇയാൾക്ക് പിന്നീട് വീണ്ടും ശബരിമലയിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറടക്കമുള്ള പ്രധാനപ്പെട്ട ചുമതലകൾ നൽകുന്ന സാഹചര്യവും ഉണ്ടായി എന്നുള്ളതാണ്. ഇത്തരം തട്ടിപ്പ് നടത്തുന്ന ആളുകളെ, അവർക്കെതിരെ നടപടികൾ ഉണ്ടായാലും ശരി, അവർക്കെതിരെ പ്രാഥമികമായ അന്വേഷണമൊക്കെ നടന്നാലും ശരി, ദേവസ്വം ബോർഡും സർക്കാരും മറ്റുന്നതരുമൊക്കെ ചേർന്ന് സംരക്ഷിച്ചു നിർത്തുന്നു എന്നുള്ളതാണ് പറയേണ്ടത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ശബരിമലയിൽ ഇനി തട്ടിപ്പ് നടത്താനുള്ളത് എന്തിലാണ് എന്നുള്ളത് മാത്രം നമുക്ക് മനസ്സിലാക്കിയാൽ മതി. അത്രയധികം വ്യാപകമാണ് ഹൈന്ദവ ആരാധനാ കേന്ദ്രമായിട്ടുള്ള ശബരിമലയുടെ ഭരണം കൈയാളുന്ന രാഷ്ട്രീയ പ്രവർത്തകരും അവരുടെ പിണിയാളുകളായിട്ടുള്ള ഈ പറയുന്ന രീതിയിലുള്ള ഉദ്യോഗസ്ഥർ ബന്ധവും ചേർന്ന് ശബരിമലയിൽ നടത്തുന്നതെന്ന് ആവർത്തിച്ച് പറയാതിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അനിൽ, തുടർച്ചയായി ഇത്തരം അഴിമതി കഥകളും തട്ടിപ്പിൻ്റെ കഥകളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതും. അനിൽ? യെസ്. തട്ടിപ്പേ നിൻ്റെ പേരോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം നോക്കൂ, ഇപ്പോൾ പ്രജിത്ത് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്നത്, അതായത് ഈ സ്വർണ്ണപ്പാളി പുറത്തേക്ക് കടത്തിക്കൊണ്ടുപോകുന്ന സമയത്ത് മഹസർ തയ്യാറാക്കിയിരുന്നു. ആ മഹസറിൽ ചെമ്പ് പാളി എന്നാണ് രേഖപ്പെടുത്തിയത്. ആ മഹസറിൽ ഒപ്പിട്ട ഒരാളാണ് ഈ ജയപ്രകാശ് എന്ന ഉദ്യോഗസ്ഥൻ. ജയപ്രകാശ് 2018-19 കാലത്ത്, മണ്ഡലകാലത്ത് അന്നദാനത്തിൻ്റെ പേരിൽ വ്യാജ രേഖ ചമച്ചാണ് ഏകദേശം 1/2 കോടിയോളം രൂപ തട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, കള്ളന്മാരുടെ കയ്യിൽ വീണ്ടും വീണ്ടും താക്കോൽ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തട്ടിപ്പ് നടത്തിയ ഒരു ഉദ്യോഗസ്ഥനെ വീണ്ടും ശബരിമലയെ സുപ്രധാന ചുമതലയിൽ നിയോഗിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന് ഈ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ താല്പര്യങ്ങൾ
പണത്തിൻ്റെ കാര്യത്തിൽ ധനസമ്പാദനത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ അയ്യപ്പ ഭക്തരുടെ വിശ്വാസം അത് സംരക്ഷിക്കുക, അല്ലെങ്കിൽ ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുക, അതിലൊന്നും കാര്യമില്ല. കാട്ടിലെ തടി തേവരുടെ ആന, വലിയടാ വലി, ആ ഒരു സമീപനവുമായിട്ടാണ് ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്നത്. അത് തെളിയിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.